തെക്കുദേശക്കാരനായ ഒരു തറവാടിയെയാണ് E4 എലിഫന്റ് ഇന്നത്തെ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. ഇത് അരുവല്ലൂർ എന്ന മനോഹര ഗ്രാമം. കാണവിള തറവാടും മഹാദേവൻ എന്ന ഐശ്വര്യമൊത്ത കൊമ്പനും ഇവിടെയാണുള്ളത്. പച്ചപ്പിന്റെ സമൃദ്ധിയാണിവിടെയെങ്ങും. അമ്പലവും കുളവും നാട്ടിടവഴിയുമെല്ലാം ചേരുമ്പോൾ ഏത് ഹൃദയവും ഇവിടെ ഒന്ന് നിൽക്കും. ഇവനെ ഒന്ന് നോക്കും. കൊള്ളാമിടെ, നീ ഭാഗ്യം ചെയ്തവൻ തന്നെ എന്ന് പറയും. പച്ചപ്പിന്റെ സാന്നിധ്യം ഒരു ധന്യതയാണ് മനുഷ്യനും മൃഗങ്ങൾക്കും. അത് ഒരാശ്രമ ശാന്തി നൽകുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഏറ്റുവാങ്ങിയാണ് ഇവൻ ഈ തറവാട്ടുമുറ്റത്ത് നിൽക്കുന്നത്. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് കുളത്തൂർ എന്ന ഗ്രാമത്തിലാണ് അരുവല്ലൂർ. അരുവല്ലൂരുകാർക്ക് നാടിനെക്കുറിച്ച് പറയുവാൻ കാണവിള മഹാദേവ ക്ഷേത്രം മാത്രം ഉണ്ടായിരുന്ന കാലത്താണ് മഹാദേവൻ എന്ന ഈ കൊമ്പൻ ഇവിടേക്ക് വരുന്നത്. അതൊരു വെറും വരവായിരുന്നില്ല. വാങ്ങിയവർക്കും വരവ് കണ്ടുനിന്നവർക്കും ഒരുപോലെ ഐശ്വര്യം പകർന്നു നൽകിയ വലതുകാൽ വെച്ചുള്ള വരവായിരുന്നു. ചിലരങ്ങനെയാണ്. വരുമ്പോൾ എല്ലാം കൊണ്ടിങ്ങി പോരും, ഒന്നും മിച്ചം വയ്ക്കില്ല. ചിലപ്പോൾ അതൊരു അനുഗ്രഹമായിരിക്കും. മഹാദേവൻ വന്നത് അഷ്ട ഐശ്വര്യങ്ങളുമായാണ്. അതിപ്പോഴും തുടരുകയും ചെയ്യുന്നു. ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവൻ ഈ തറവാട്ടിലേക്ക് കടന്നുവരുന്നത്. കാണവിള തറവാട്ടിലെ ആനക്കമ്പക്കാരനായ വക്കീൽ KR സുകുമാരൻ നായരാണ് ആ സാഹസം കാണിച്ചത്. അന്നത് തികച്ചും ഒരു സാഹസം തന്നെയായിരുന്നു. വടക്കൻ ജില്ലക്കാർ കാണിക്കുന്ന ആനപ്രേമവും ഉത്സാഹവും ഒന്നും ഇപ്പോഴും തെക്കൻ ജില്ലക്കാർക്കില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. തൃശൂർ ജില്ലക്കാരനായ ഒരു ആനപ്രേമി പൂരപ്പറമ്പുകളിൽ നിന്നും പൂരപ്പറമ്പുകളിലേക്ക് ആനകളെ കാണുവാൻ മാത്രം ഓടി നടക്കുമ്പോൾ തെക്കൻ കേരളത്തിലെ മറ്റൊരു ആനപ്രേമി അത്രയും ആവേശമൊന്നും പൊതുവെ കാണിക്കാറില്ല. എന്നാൽ നെയ്യാറ്റിൻകര ബാറിലെ ക്രിമിനൽ അഭിഭാഷകനായിരുന്ന KR സുകുമാരൻ നായർ വല്ലാത്തൊരു ആനക്കമ്പക്കാരനായിരുന്നു. ഉത്സവപ്പറമ്പുകളിൽ നിന്നും ഉത്സവപ്പറമ്പുകളിലേക്ക് തലപ്പൊക്കമുള്ള ആനകളെ കാണുവാൻ പോവുക മാത്രമല്ല, എന്നെങ്കിലും തന്റെ തറവാടിന്റെ മുറ്റത്ത് അതിലൊരു ആനയെ നിർത്തണമെന്നും അഡ്വക്കേറ്റ് സുകുമാരൻ നായർ ആഗ്രഹിച്ചിരുന്നു. അത്തരമൊരാഗ്രഹം വക്കീലിന്റെ തികച്ചും സ്വകാര്യമായ ഒരാഗ്രഹമായിരുന്നു. അന്നേവരെ ആനകളൊന്നും നിന്നിട്ടില്ലാത്ത തറവാട്ടിൽ അങ്ങനെ ഒന്നിനെ കൊണ്ടുവരുന്നതിൽ മറ്റുള്ളവർക്ക് താൽപര്യവുമില്ലായിരുന്നു. എന്നാൽ മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കുന്ന ആളായിരുന്നില്ല അഡ്വക്കേറ്റ് സുകുമാരൻ നായർ. കാലവും സമയവും ഒത്തുവരുന്നതുവരെ അദ്ദേഹം കാത്തിരുന്നു. കോട്ടയം കൈതയിൽ പാലം പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസ് എന്ന ആനവ്യാപാരി അസമിൽ നിന്നും ഇവനെയും കൊണ്ടുവരുന്നത് അക്കാലത്തായിരുന്നു. ഒറ്റനോട്ടത്തിൽ തന്നെ വക്കീലിന് ആനയെ ഇഷ്ടമായി. അസാംകാരന്റെ ചുറുചുറുക്കും ഉത്സാഹവും അത്രത്തോളമായിരുന്നു. മോഹവില നൽകി ഇവനെ സ്വന്തമാക്കി വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടുകാർ അമ്പരന്നുപോയി. വക്കീൽ അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പലരും പ്രതിഷേധിച്ചു. വക്കീൽ കുലുങ്ങിയില്ല. നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം അതൊരു വിശേഷപ്പെട്ട കാഴ്ചയായിരുന്നു. അന്നേവരെ ആ ദേശത്തൊരിടത്തും ആരും ഒരാനയെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ത്രില്ല് അഡ്വക്കേറ്റ് KR സുകുമാരൻ നായർ ശരിക്കും ആസ്വദിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി അമ്മ വീട് വിട്ടുപോയി. വക്കീൽ അതിലൊന്നും കുലുങ്ങിയില്ല. ഒടുവിൽ പോയ അതേ വേഗത്തിൽ തന്നെ മഹാദേവന്റെ ആരാധികയായി അമ്മ മടങ്ങിവന്നു. ആരെയും സ്നേഹം കൊണ്ട് കീഴടക്കുവാനുള്ള ഇവന്റെ സവിശേഷമായ കഴിവിന് അതൊരു ഉദാഹരണം മാത്രം. ഒത്തിരി നാൾ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം പൂർത്തീകരിച്ചതിന് ശേഷമാണ് അഡ്വക്കേറ്റ് KR സുകുമാരൻ നായർ ഈ ലോകം വിട്ടുപോകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആനയുടെ ചുമതല മകൻ അഡ്വക്കേറ്റ് രാജാറാമിനെ ഏൽപ്പിച്ചിരുന്നു. പിതാവിനെ പോലെ തന്നെ ഒരു ആനക്കമ്പക്കാരനാണ് മകനും. അച്ഛൻ എത്രത്തോളം സ്നേഹം നൽകിയാണോ ആനയെ വളർത്തിയത്, അതിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നിലേക്ക് പോകുവാൻ മകൻ തയ്യാറല്ല. എന്റെ പേര് രാജാറാമെന്നാണ്. ഞാൻ നെയ്യാറ്റിൻകര ബാറിലെ അഭിഭാഷകനാണ്. ഇത് കാണവള മഹാദേവൻ എന്ന ആനയാണ്. 2000 എന്റെ അച്ഛനായിട്ട് വാങ്ങിയതാണ്. 2004 അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ഇതിനെ തുറന്ന് പരിപാലിച്ചു പോരുന്നു. ഇവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവന്റെ സ്വഭാവമാണ് പ്രത്യേകത. ആർക്കും എപ്പോൾ വേണോ കടന്നു ചെല്ലാവുന്ന ഒരു ആനയാണ്. കെട്ടിയെഴുപ്പ് വേണ്ട,
ഏത് പാപ്പാനെ വേണോ അഴിച്ചുകൊണ്ട് പോവാം. പണിയുന്ന കാര്യത്തിലായിരുന്നാലും എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിലായിരുന്നാലും എല്ലാത്തിനും വളരെ സൗമ്യശീലനാണ്. അവന്റെ അവയവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഇറക്കമുള്ള തുമ്പി, അത്യാവശ്യം തീരെ മോശമല്ലാത്ത കൊമ്പുകൾ, നല്ല ഒഴുകിയിറങ്ങിയ മദകരി, ചക്രപ്പോരുള്ള മദകരി, ഇത്തരത്തിലുള്ള അവയവ പൊരുത്തമുള്ള ഒരു ആനയാണ്. സാമാന്യം ഭേദപ്പെട്ട സ്വഭാവം, ഒരു ശരാശരി വലിപ്പമുള്ളൊരു ആന, 9 അടി കഷ്ടി. 2000 കാലയളവിലെ കോട്ടയം ജില്ലയിലെ കൈതേപ്പാലം പാപ്പാലപ്പറമ്പൻ എന്നറിയപ്പെടുന്ന പോത്തൻ വർഗീസ് സാറിൻ്റെ നിന്ന് വാങ്ങിയതാണ്. അതിനുശേഷം 2004 അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ തുടർന്ന് നടത്തിപ്പോരുന്നു. കാടിന്റെ കരുത്തും കാട്ടാറിന്റെ ഹൃദയവുമാണ് മഹാദേവന്. അസം വനങ്ങളിൽ കാണുന്ന ആനകളുടെ പല സവിശേഷതകളും ഇവനുണ്ട്. മഴ തോരാതെ നിൽക്കുന്ന വനത്തിനുള്ളിൽ ഉത്സാഹത്തിമിർപ്പോടെ വളർന്ന ഒരു പഴയ കാലമാണ് ഇവനുള്ളത്. ആസാമിലെ തെസ്പൂരിലായിരുന്നു ജനനം. നാട്ടാനയായതിനു ശേഷം തടിപിടിക്കലായിരുന്നു പ്രധാന പണി. ഉത്സവപ്പറമ്പുകളിൽ തിടമ്പേറ്റ് നിൽക്കുന്നതിനേക്കാൾ ആനകൾക്ക് അവിടെയൊക്കെ തടിപിടിക്കുന്നതാണ് ഏറെ ഇഷ്ടം. മാണിക് എന്നായിരുന്നു ഇവന്റെ പഴയ പേര്. മാണിക് ആനകൾക്കിടയിൽ അല്പം സുന്ദരനായിരുന്നു. അതുകൊണ്ട് തന്നെ പുരാനാനന്ദ ഗോഗി എന്ന മുതലാളിക്ക് ഇവനെ വിറ്റൊഴിയുന്നതിൽ അധികം താൽപര്യവുമുണ്ടായിരുന്നില്ല. പോത്തൻ വർഗീസിന്റെ നിരന്തരമായ അഭ്യർത്ഥനയെ പരിഗണിച്ചാണ് ഒടുവിൽ കൈമാറുന്നത്. തികച്ചും ശാന്ത സ്വഭാവക്കാരനാണ് കാണാവിള മഹാദേവൻ. അലമ്പുകളൊന്നുമില്ല. ആരെങ്കിലും മെക്കിട്ട് കയറാൻ വന്നാലും ക്ഷമിക്കും. പോ മോനെ ദിനേശ, ഇതൊക്കെ കുറെ കണ്ടതാ എന്ന മട്ടിൽ നിൽക്കും. അതൊക്കെ തന്നെയാണ് ദേശങ്ങൾക്കും അതിർത്തികൾക്കും അപ്പുറം നിന്ന് ധാരാളം പേർ ഇവനെ അന്വേഷിച്ചു വരുവാൻ കാരണം. ഉത്സവ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവനെ ഇങ്ങനെ നിൽക്കുവാനൊന്നും കിട്ടില്ല. തിരക്കോട് തിരക്ക് തന്നെ. തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും മഹാദേവൻ എത്തും. ഒരിക്കൽ വന്നു മടങ്ങിയാൽ അടുത്ത വർഷവും അന്നാട്ടുകാർ ഇവനെ വിളിക്കും. ഇവനായി കാത്തിരിക്കും. നല്ല കനമുള്ള കൊമ്പുകളാണ് മഹാദേവന്. നിലത്തിഴയുന്ന തുമ്പി, 18 വെളുത്ത നഖങ്ങൾ, ചെറുമുട്ടോളമുള്ള വാലിറക്കം, ഏത് ഭഗവാന്റെയും തിടമ്പ് തലയിലേറ്റുവാൻ കഴിയുന്ന മസ്തകം. ഇതൊന്നും പോരാത്തതിന് ആരെയും ആകർഷിക്കുന്ന മദഗിരിയാണ് ഇവന്റെ ഏറ്റവും വലിയ ആകർഷണം. മുഖത്തെ ഐശ്വര്യം മുഴുവൻ ഈ ചരൽ വാരി എറിഞ്ഞതുപോലുള്ള മദഗിരിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇളം പിങ്ക് നിറമുള്ള മദഗിരിയുടെ അപൂർവതയിൽ ഇവനെ ആരും എളുപ്പം തിരിച്ചറിയും. ലക്ഷണശാസ്ത്രത്തിൽ ചക്രപ്പോരെന്ന് വിളിക്കുന്ന ഈ തിളക്കത്തിന് ഭാഗ്യത്തിന്റെ അകമ്പടിയുമുണ്ട്. വീടിനോടും വീട്ടുകാരോടും സവിശേഷമായ ഒരു അടുപ്പം കാത്തു സൂക്ഷിക്കുന്നവനാണ് കാണാവിള മഹാദേവൻ. വീട്ടിലെ ആർക്കും ഇവനെ അഴിച്ചുകെട്ടാം. പാപ്പാന്മാരുടെ സാന്നിധ്യം വേണമെന്നില്ല. മലയാളിയുടെ ഭക്ഷണക്രമങ്ങളോട് വളരെ വേഗമാണ് മഹാദേവൻ പൊരുത്തപ്പെട്ടത്. എന്തൊക്കെ കഴിച്ചാലും ഉച്ചയ്ക്ക് ഒരുപിടി ചോറുണ്ണണം. അത് മസ്റ്റാണ്. അല്ലെങ്കിൽ ഒന്നും കഴിക്കാത്ത ഒരുതരം തോന്നലാണ്. യാത്രകളിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോൾ മഹാദേവൻ ചോറ് ചോദിച്ചു വാങ്ങി കഴിക്കും. ഊണ് കഴിഞ്ഞാൽ വീട്ടുകാർ കൊടുക്കുന്ന ഒരു ശർക്കര തുണ്ടോ പഴമോ തേങ്ങയോ കിട്ടിയാൽ അല്പം വിശ്രമിക്കും. അത് കിട്ടാതിരുന്നാൽ സങ്കടവുമാവും. അവന്റെ പടി മുടങ്ങാതെ കൊടുക്കുവാൻ വീട്ടുകാർ ശ്രമിക്കാറുണ്ട്. ഞങ്ങള് വക്കീലന്മാരുടെ ഇടയിൽ KR സാർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അന്ന് തിരുവനന്തപുരത്ത് ആനക്കമ്പം അത്ര വലിയ ഇതില്ലായിരുന്നു. തന്നെ വല്ല ആനക്കമ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ ഭ്രാന്തെന്ന് കളിയാക്കുന്ന ആ കാലത്ത് KR സാർ ഇങ്ങനെ ആനയെ വാങ്ങിക്കുക എന്നുള്ള ഈ അസാധാരണമായ ഒരു സാഹസം കാണിച്ചപ്പോൾ അന്ന് വീട്ടിലുണ്ടായിരുന്ന സംഭവം എന്തെങ്കിലും വീട്ടിൽ സംഭവിച്ചോ? പ്രത്യേകിച്ചൊന്നുമില്ല. പരിചയമില്ലാത്തൊരു മേഖല ആയതുകൊണ്ട് ഇവിടുത്തെ അമ്മയ്ക്കും ഞങ്ങൾക്കും എല്ലാവർക്കും എതിർപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ അമ്മയ്ക്ക് KR സാറിന്റെ അമ്മയ്ക്ക് ആനയോടുള്ള അപേക്ഷ എങ്ങനെയായിരുന്നു? ഭയങ്കര അടുപ്പമായിരുന്നു. സ്വന്തം മക്കളെ പോലെ ആയിരുന്നു. ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അവസാനം പിന്നെ മകനെക്കാളും KR സാറിനെക്കാളും കൂടുതൽ ഗോപാലിനടുത്തായി അല്ലേ? അതല്ലേ ശരി? ഈ മഹാദേവനോട് എങ്ങനെയാ? മഹാദേവനോടും അതുപോലെ തന്നെ, ഗോപാലിനുള്ളതുപോലത്തെ അടുപ്പം തന്നെയാണ്. പനമ്പട്ടയും ഓലയും എല്ലാം കഴിക്കുമെങ്കിലും വാഴയും ചക്കയും ഇവന്റെ മറ്റൊരു വീക്ക്നെസ്സാണ്. ഭാഗ്യമെന്ന് വേണം പറയാൻ.
കാണാവിള എന്ന ഈ തറവാടിന്റെ ചുറ്റിലും ധാരാളം പ്ലാവും വാഴയും ഒക്കെയുണ്ട്. ഇടവേളകളിൽ ഇവൻ അങ്ങോട്ട് പോകും. അവയിലൊന്ന് അടർത്തി കഴിക്കും. നാട്ടുകാർക്കും മഹാദേവനോട് പിണക്കമൊന്നുമില്ല. അധികം ആനകളെ കാണുകയോ അവയുടെ സവിശേഷതകളെക്കുറിച്ച് അറിയുകയോ ചെയ്തിട്ടില്ലാത്ത ഈ നാട്ടുകാർക്ക് മുന്നിൽ മഹാദേവൻ കുഴപ്പങ്ങളൊന്നും കാണിക്കാത്ത ഒരു അനുസരണക്കാരനാണ്. അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ച് കാണുമ്പോൾ അവർ ഇവനൊരു ചെറുപഴമെങ്കിലും വാങ്ങിക്കൊടുക്കും. എന്തു പറയുന്നു ഇതിനെക്കുറിച്ച്? ഞാൻ ഇവിടുത്തെ ഡ്രൈവറാണ്. ഞാനെന്ത് പറഞ്ഞാലും ആന അനുസരിക്കും. എനിക്ക് വേറെ ആനപ്പണിയെന്ന് പറഞ്ഞുകൂടാ. അത്യാവശ്യം ആനക്കാരില്ല എങ്കിൽ ഞാൻ തന്നെ ആന കൈകാര്യം ചെയ്യും. എന്തു പറയുന്നു മഹാദേവനെ കുറിച്ച്? മഹാദേവൻ പൊതുവെ ശാന്ത സ്വഭാവമാണ്. ആർക്ക് വേണം അഴിച്ച് കൈകാര്യം ചെയ്യാം. ആനക്കാരില്ലെങ്കിലും കൈകാര്യം ചെയ്യാം. പിന്നെ ഞാൻ ഈ ആനയുടെ ഇഷ്ടം കൊണ്ടാണ് ഈ ആനയുടെ കൂടെ തന്നെ നമ്മൾ നടക്കുന്നത് എല്ലാം. ഈ തെക്കൻ ദേശത്തുള്ളവർക്ക് പൊതുവേ ഈ ആന പ്രേമമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആണോ? അതോ പൊതുവേ ഈ ആനയെ സ്നേഹിക്കുന്നവരാണോ തെക്കോട്ടുള്ളവരും? തെക്കോട്ടുള്ളവർക്ക് ആന പ്രേമം കൂടുതലാണ്. ഈ ആനയെക്കുറിച്ചാണെങ്കിൽ പാറശാല, കന്യാകുമാരി എല്ലാം ഈ ആനയാണ് കൂടുതൽ എഴുന്നള്ളിക്കുന്നത്. കന്യാകുമാരി ജില്ല തൊട്ട് ഇങ്ങോട്ട് കൂടുതലും ഈ ആനയാണ്. ഞാൻ ഈ ആനയെ കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവറാണ്. അതുകൊണ്ട് എനിക്കറിയാം. എനിക്ക് ഈ ആനയെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ആനയാണ്, പാവാണ്. കാണാവിള മഹാദേവ ക്ഷേത്രത്തിലെ എല്ലാമാണിവൻ. ഇവിടത്തെ കാര്യങ്ങൾ കഴിഞ്ഞ ശേഷമേ ഇനി ഏത് മഹാക്ഷേത്രത്തിൽ വിളിച്ചാലും ഇവൻ പോവുകയുള്ളൂ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ആറാട്ടിന് കേരളത്തിലെത്തിയ ശേഷം മുടങ്ങാതെ മഹാദേവൻ പോകാറുണ്ട്. വന്യജീവി എന്ന സ്വത്വത്തിൽ നിന്നും നാടിന്റെ വഴക്കങ്ങളിലേക്ക് വളരെ താളാത്മകമായി പൊരുത്തപ്പെടുന്ന ഒരു ആനയുടെ ചിത്രം ഇവനിൽ നിന്നും വായിച്ചെടുക്കാം. കാടിന്റെ ഓർമ്മകളുടെ സഞ്ചയം ഇവനെ ഒട്ടും അലട്ടുന്നില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ കാലിൽ ചങ്ങലയൊന്നുമില്ലാതെ ഏകദേശം 4 കിലോമീറ്ററോളം ദൂരം ഇവൻ നടന്നത്. പാപ്പാൻ ഇവനെ വീട്ടിൽ നിർത്തിയ ശേഷം പൂഴിക്കുന്ന് എന്ന സ്ഥലം വരെ പോയതായിരുന്നു. പാപ്പാൻ അവിടെ എത്തി മണിക്കൂറുകൾ കഴിഞ്ഞതും പിന്നാലെ ഇവനും അവിടെ ചെന്നു. ഇത്രയും ദൂരം ഇവൻ ഒരിടവഴിയിൽ പോലും പിണങ്ങി നിൽക്കാതെയാണ് യാത്ര ചെയ്തത്. അത്രയ്ക്ക് ആഴത്തിലുള്ള ഒരു വൈകാരിക സംവേദനം ഇവന് സാധിച്ചിട്ടുണ്ടാകണം. അല്ലെങ്കിൽ കാട് പകർന്ന ജനിതക ഗുണമാകാം. എന്തായാലും ലളിത വ്യാഖ്യാനങ്ങളിൽ പകർത്തുവാൻ കഴിയുന്നതല്ല ഈ കൊമ്പന്റെ അത്തരം പ്രവൃത്തികൾ. പ്രകൃതിയുമായി മനുഷ്യന് പുലർത്തുവാനാകാത്ത ഒരുതരം ഗാഠബന്ധം ആന മുതലായ വന്യജീവികൾക്കുണ്ട്. കൂട്ടാനകളോട് ഇണങ്ങുന്നതിലും പിണങ്ങുന്നതിലുമെല്ലാം ആ രാസവിദ്യയുണ്ട്. കേരളത്തിലെ പേരുകേട്ട ആനകളിൽ ഒരാൾക്കൊപ്പം പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന ഒരനുഭവം ഇവൻ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു. മഹാരുദ്രയജ്ഞത്തിന് വന്നതായിരുന്നു ഗുരുവായൂർ പത്മനാഭൻ. ഞാനും തരക്കേടില്ലാത്ത ഒരു ആന തന്നെ എന്ന മട്ടിലായിരുന്നു മഹാദേവന്റെ നിൽപ്പ്. അതൊരു പത്രവാർത്തയായി വന്നപ്പോൾ പലരും അത് പറയുകയും ചെയ്തു. കേരളത്തിൽ ഇപ്പോൾ നാട്ടാനകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായാണ് കണക്കുകൾ പറയുന്നത്. 20 കൊല്ലം മുമ്പ് 2000-ൽ പരം നാട്ടാനകൾ ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോഴത് 600-ൽ താഴെ മാത്രമാണ്. ആന പരിപാലനം ഒരു ഗൌരവമുള്ള വിഷയമാണ്. ഒന്നിനും കൊള്ളാത്തവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല പാപ്പാൻ പണി. മദ്യത്തിന്റെ ലഹരിയിൽ ആനകളെ വിറപ്പിച്ചു നിർത്തുന്ന പാപ്പാന്മാർ നാളെ ഈ തൊഴിലിനെ ഇല്ലാതാക്കുവാൻ ഇന്നേ കച്ചമുറുക്കുന്നവരാണ്. തൊഴിലിനോട് പ്രതിപത്തി കാണിക്കുന്ന 3 ചെറുപ്പക്കാരാണ് കാണാവിള മഹാദേവന്റെ പരിചാരകർ. 3 പേരോടും നല്ല സൗഹൃദത്തിലാണ് മഹാദേവൻ. ഇവർ ഇവന്റെ പ്രയാസങ്ങൾ ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കി പെരുമാറുന്നവരാണ്. പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ പ്രത്യേകത പൊതുവെ ശാന്തസ്വഭാവമാണ് ആനയ്ക്ക്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റ് ആനകളെ കാട്ടിയും എന്തുകൊണ്ടും പൊതുവെ ആളുകളുമായിട്ട് ഒരു ഇണങ്ങി ചെയ്യും. മറ്റുള്ളവരെ പോലെ ഈ ആളുകളുമായിട്ടുള്ള ഒരു പൊരുത്തക്കേടൊന്നുമില്ല. ശാന്ത സ്വഭാവിയാണ്, തീരെ ശാന്ത സ്വഭാവിയാണ്. എന്തൊക്കെ ആഹാരം എന്തൊക്കെ ഇഷ്ടമാണ് ഇതിന് കഴിക്കാൻ? അതുപോലെ മത്തനങ്ങ, പിന്നെ ചോറ് വളരെ ഇഷ്ടമാണ് എനിക്ക്. അതൊക്കെയാണ് പൊതുവെ ഇഷ്ടപ്പെട്ടു. പിന്നെ പഴം. ഉത്സവ സീസണിൽ
ഇവൻ മുഴുവൻ ഉത്സവ സീസണിലും വേറെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകുന്ന ഒരു ആനയാണല്ലേ? ആ, ഉത്സവത്തിന് പൂരത്തിന് പോകുമ്പോഴത്തേക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നോക്കിയ എല്ലാ പൂരങ്ങളും എടുക്കാറുണ്ട്. ചട്ടം ഒക്കെ അനുസരിക്കുന്ന ഒരു ആന. പാപ്പാമാരുടെ നല്ല കൂറുള്ളൊരു ആനയാണ്. പാപ്പാമാരുടെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും കാര്യം നടന്നു പോകുന്നത്. തീരെ നേരത്തെ പറഞ്ഞ പൊതുവെ ശാന്ത സ്വഭാവമായത് കൊണ്ട് തന്നെ വേറെ യാതൊരു പ്രകോപനത്തിന് പോകാറില്ല. എന്തൊക്കെയാണ് ഇവന്റെ പ്രത്യേകതകൾ? രൂപത്തിൽ ഇവനെ കാണുമ്പോൾ തന്നെ അറിയാം, ഗുരുവായൂർ പത്മനാഭനെ ഓർമ്മപ്പെടുത്തുന്ന മതഗിരി ഒക്കെ ഉണ്ട് അതിന്. എന്തൊക്കെയാണ് മറ്റു പ്രത്യേകതകൾ? എന്തൊക്കെയാണ്? മറ്റേ കെട്ടിവയ്പ്പിന്റെ ആവശ്യമൊന്നുമില്ല. പാപ്പാമാർക്ക് അല്ലാതെ തന്നെ ആനയെ ഇടാമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അധികം തല്ല് മേടിക്കാറില്ല. സുഖമായിട്ട് കൊണ്ട് നടക്കാം. മുപ്പത്തിയഞ്ചു വയസ്സ് പിന്നിടുന്ന മഹാദേവന് കാഴ്ചയിൽ അത്രയും മതിക്കില്ല. ഒത്ത ഉയരവും ശരീരവുമുള്ള മഹാദേവന് ഈ വീടും ഇവിടത്തെ ചുറ്റുപാടുകളും പകർന്നു നൽകുന്നത് പല ആനകൾക്കും ലഭിക്കാത്ത ഒത്തിരി സൗഭാഗ്യങ്ങളാണ്. ആ സന്തോഷവും സൗഭാഗ്യവും തുടരട്ടെ. ഇവന്റെ ദിനങ്ങൾ ആഹ്ലാദഭരിതമായിരിക്കട്ടെ. മഹാദേവന് എല്ലാ ആശംസകളും നേരാം.